ഹായ്, എൻ്റെ പേര് ഫാത്തിമ ഷെറിൻ. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞൊരു കൺസേൺ ആണ്. അവർക്ക് ഒരു ജോബ് സെറ്റിങ്ങിൽ, ഒരു വർക്ക് സ്പേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുള്ളത്. കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് ഈ ഒരു തോട്ട് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തോട്ട് വന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം അവർക്ക് ഉണ്ടായെന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് അവർക്കൊരു വർക്ക് സെറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫിയറാണ്. അതായത് ബാക്കിയുള്ളവർ എങ്ങനെ എന്നെ വാലുവേറ്റ് ചെയ്യും, അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ പ്രശ്നമാവോ, തെറ്റായി പോവോ, അല്ലെങ്കിൽ ഇന്ന ആറ്റിറ്റ്യൂഡ് വെച്ചാൽ തെറ്റായി പോവോ, ഇന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ തെറ്റായി പോവോ, അങ്ങനെ എല്ലാ ആസ്പെക്ട്സിലും ഒരു ഫിയർ. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അൺപ്രൊഫഷണലാണ് എന്നുള്ള രീതിയിൽ എന്നെ വാലുവേറ്റ് ചെയ്യുമോ, അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള തോട്ട്സിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു കൺസേൺ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളുടെ ഒരു ഇൻകോമ്പിറ്റൻസ് അല്ല അവിടെ കാണിക്കുന്നത്. അതായത് വർക്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകോമ്പിറ്റൻസ് അല്ല അവിടെ കാണിക്കുന്നത്. അതിലുപരി നമ്മൾ കൾച്ചറൽ അൺസർട്ടനിറ്റിയാണ്. അതായത് നമ്മൾ ആ ഒരു ജോബിൻ്റെ, ഒരു വർക്ക് സ്പേസിൻ്റെ കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെ, ലോസ് എങ്ങനെ, നോംസ് എങ്ങനെ, റൂൾസ് എങ്ങനെ എന്നുള്ളതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് നോർമലാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കൊളീഗ്സ്, അതുപോലെ തന്നെ അതോറിറ്റീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ രീതിയിലാണ് അവർ ആറ്റിറ്റ്യൂഡ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളാവുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് വേണം നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത്, പല കാര്യങ്ങളിലും നമുക്ക് ക്ലാരിറ്റി ആവശ്യമുണ്ടാകും. ഇപ്പം അവരുടെ നോംസ് ഒക്കെ അറിയണമെങ്കിലും, റൂൾസ് അറിയണമെങ്കിലും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേണം. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മളൊരു വീക്ക്നെസ് അല്ല, അതിലുപരി നമ്മളൊരു പ്രൊഫഷണലിസമാണ് ആക്ച്വലി. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എക്സ്പോഷറിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ഓരോ സിറ്റുവേഷൻ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു കൾച്ചറൽ സെർട്ടനിറ്റിയിൽ എത്തണമെങ്കിൽ നമ്മൾ എക്സ്പോഷർ, അതായത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടൊക്കെ എക്സ്പോഷർ റീച്ച് ചെയ്യണം. എക്സ്പോഷറിലൂടെ മാത്രം നമുക്ക് സെർട്ടനിറ്റിയിലേക്ക് റീച്ച് ആവാൻ വേണ്ടി പറ്റുള്ളൂ.